തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇലക്ഷൻ മാത്രമല്ല 5 വർഷം അദ്ദേഹത്തിന് നടന്നപ്പോൾ ഓരോ അവസരത്തിലും മുന്നോട്ട് അദ്ദേഹം പറയാറില്ല. അത് അനുഭവങ്ങളോട് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് ശരിവയ്ക്കുന്ന വീണ്ടും ഒരിക്കൽ കൂടി മുമ്പിൽ അച്ചട്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറയാത്ത സീറ്റുമായി അധികാരത്തിൽ ഉണ്ടാവും. പഞ്ചായത്തിലെ അമേഠിയിലെ 38-ാം ബൂത്തിലെ BJP അവിടെ ഒരിക്കലും കേരളത്തിൽ എന്നെ അറിയാവുന്ന UDF അറിയാവുന്ന ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും നമ്മൾ ചില ഐഡിയോളജിയോടുള്ള ഡിഫറൻസാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ BJP-യുമായിട്ടോ SDP യുമായിട്ടോ PDP-യുമായിട്ടോ ഒരു കൂട്ടുകെട്ടുമില്ലാതെ ആധികാരികമായിട്ടൊരു വിജയം UDF-ന് തൃത്താലയിലും കേരളത്തിലും നേടാൻ സാധിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം LDF സ്ഥാനാർത്ഥി SDP കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. PDP പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSൻ്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDF-ന്